നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ഏപ്രിൽ മാസം 8-ാം തീയതി 1200-ാം ആണ്ട് മീനമാസം 25-ാം തീയതി ചൊവ്വാഴ്ച. ഇന്ന് ഉദയനക്ഷത്രം ആയില്യമാണ്. രാവിലെ കുറച്ച് നേരം മാത്രമേ ആയില്യമുള്ളൂ. ഞങ്ങളുടെ കുറച്ച് സമയം, അതായത് ഒരു 8 മണിയോടുകൂടി തന്നെ ആയില്യം തീർന്ന് മകൻ നക്ഷത്രം ആരംഭിക്കും. അപ്പോൾ 8 മണി വരെ ശുഭകാര്യങ്ങൾക്ക് നല്ലതല്ല. ശുഭകാര്യങ്ങൾക്ക് 8 മണി വരെ അല്ലെങ്കിൽ രാവിലെയുള്ള കാര്യങ്ങൾ അല്പം മാറ്റിവെക്കണം. കാരണം അത് കഴിഞ്ഞാൽ ചൊവ്വാഴ്ചയാണ്, നല്ല ദിവസമല്ല എങ്കിൽ പോലും ശുഭനക്ഷത്രം വരും 8 മണിക്ക് ശേഷം. അതിനുശേഷം നമുക്കൊരു 50-50 ആണ്. കാരണം ദിവസം കൊള്ളൂല എങ്കിലും നക്ഷത്രം കൊള്ളാം. നക്ഷത്രവും ദിവസവും കൊള്ളൂല്ലെങ്കിൽ മാത്രമാണ് നമുക്ക് ശുഭമായി എടുക്കാൻ പാടില്ലാത്തതായി വരുന്നത്. അതുകൊണ്ട് രാവിലെ 8 മണിക്ക് മുമ്പ് ഓരോ കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ അല്പം നീട്ടിക്കൊണ്ട് പോകുന്നത് നന്നായിരിക്കും. പൊതുവേ ഇന്ന് 50-50 ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നമുക്കിന്നത്തെ ദിവസം തന്നെ മാറ്റിവെക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും അനുകൂലപ്രദമാണ്. കാരണം ആ ദിവസം മാറ്റിവെച്ചിട്ട് വേറൊരു ദിവസം എടുക്കാൻ പറ്റുമെങ്കിൽ ശുഭ ദിവസങ്ങളുണ്ടല്ലോ, നമുക്ക് എടുക്കുന്നത് ഉത്തമമായ. അതുപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ശരിക്ക് രാവിലെ ആയില്യം കുറച്ച് നേരമേ ഉള്ളൂ, പിന്നെ പിറ്റേന്ന് രാവിലെ വരെയും മകമാണ്. മക നക്ഷത്രം നമ്മൾ ഓരോ കാര്യത്തിനെടുക്കുമ്പോൾ നമുക്ക് ബർത്ത്ഡേ ആയിട്ട് മകൻ നക്ഷത്രം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ചൊവ്വാഴ്ചയാണ് നമുക്ക് നക്ഷത്രം വന്നിരിക്കുന്നത്, ബർത്ത്ഡേ വന്നിരിക്കുന്നത്. ചൊവ്വ എന്ന് പറയുന്നത് ശുഭഗ്രഹമല്ല. പാവഗ്രഹങ്ങളിൽ വളരെ ശക്തനായിട്ടുള്ള ഗ്രഹമാണ് ചൊവ്വ. ചൊവ്വാഴ്ച വന്നതിൻ്റെ പേരിൽ ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഈ ഒരു വർഷകാലവും സാമ്പത്തികമായി ശ്രദ്ധിക്കണം. ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടാവും, ആക്സിഡൻറ്റ് വരാം, സർജറിക്ക് വിധേയമാവാം, കേസ് വഴക്കുകൾ വരാം. ഇവയെല്ലാം ചൊവ്വയുടെ പ്രവർത്തനം കൊണ്ട് ഉണ്ടാവാം. അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധാലുവായിരിക്കണം. അതുപോലെ തന്നെ ഇന്ന് ഒരു വർഷത്തെ ഫലത്തെയാണ് നക്ഷത്ര അല്ലെങ്കിൽ ബർത്ത്ഡേ വന്നിട്ടുള്ളവരുടെ ഫലം. ഇന്നത്തെ ദിവസം പൊതുവേ നമുക്ക് അനുകൂലപ്രദമായ ദിവസമല്ല എങ്കിൽ പോലും നമുക്ക് ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാഹുകാലത്തിന് പ്രാധാന്യം കൊടുത്തു വേണം പോകാൻ. 3 മണി മുതൽ 4:30 വരെ രാഹുകാലം എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 3:29 രാഹുകാലം ആരംഭിക്കുകയുള്ളൂ. 5 മണി വരെ രാഹുകാല സമയമുണ്ട്. രാഹുകാല സമയം നമുക്ക് യാത്രയ്ക്ക് പൊതുവേ നല്ലതല്ല. യാത്രയ്ക്ക് അനുകൂലപ്രദമായ സമയമല്ല. അതുകൊണ്ട് ശുഭയാത്രകൾക്ക് ഈ സമയം എടുക്കാതിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഒരു കാര്യത്തിന് എടുക്കാൻ പാടില്ലാത്ത 2 സമയങ്ങളുണ്ട്. യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും. ഇത് ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഇന്ന് ഗുളികകാല സമയം വരുന്നത് 12:26 തൊട്ട് 1:38 വരെയും 12:26 തൊട്ട് 1:58 വരെയും. യമകണ്ഠകാല സമയം വരുന്നത് 9:24 മുതൽ 10:55 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ശുഭകാര്യങ്ങൾക്കൊന്നും തന്നെ അനുകൂലപ്രദമായ സമയം അല്ല. അപ്പോൾ ശുഭകാര്യങ്ങൾക്കൊന്നും ഈ സമയം ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ ഇന്ന് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ അഭിജിത്ത് മുഹൂർത്തം നമുക്ക് തിരഞ്ഞെടുക്കാം. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 48 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തമുണ്ട്.
ഇന്നും 12:02 തൊട്ട് അഭിജിത്ത് മുഹൂർത്തം ആരംഭിക്കും 12:50 വരെ. ഇടയ്ക്കൊരു 4 മിനിറ്റ് നേരമേ അഭിജിത്ത് മുഹൂർത്തം ഇല്ലാതെ ഉള്ളൂ എങ്കിലും നമുക്ക് അങ്ങനെ സുപ്രധാനമായ ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കുക. ഇന്നും നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് പോകുമ്പോൾ വീട്ടിൽ നിൽക്കുമ്പോഴും പ്രധാനമായിട്ട് വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. ചൊവ്വ ദിവസം ശരിക്ക് റെഡ് കളറുമായി ബന്ധപ്പെട്ട വസ്ത്രധാരണം വസ്ത്രത്തിൽ ഉൾപ്പെടുത്തുക. ഫുൾ വെള്ള റെഡ് ഇട്ട് നടക്കണമെന്നല്ല, റെഡിൻ്റെ കുറച്ച് ബന്ധം ഉണ്ടാവണം നമ്മളെ ഡ്രസ്സിൽ. അത് ഷോളായിട്ടോ ഷർട്ടായിട്ടോ പാൻറ്റായിട്ടോ ചുരിദാറായിട്ടോ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും റെഡ് കളറ് നമ്മളെ കയ്യിൽ കരുതുന്നത് ഭാഗ്യദായകമായി തീരും. ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഐശ്വര്യപ്രദമായ ഒരു ദിവസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.